Praise Jesus. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായ ഒരു നല്ല പകൽ. ഈ പകൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായി തീർന്നവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാത്ത, കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല ദൈവം ആമേൻ നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയെങ്കിൽ ആമേൻ ആ സാന്നിധ്യം അനുഭവിച്ചവർ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട, കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഠിനന്തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെവിടങ്ങളായി നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തെങ്കിൽ അത് അനുഭവിച്ചവർ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ കരങ്ങളെ തട്ടി ആമേൻ. ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം മുതൽ ഈ അവസാന ആമേൻ ദിവസം ശനിയാഴ്ച രാത്രിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിനെ, ആരോഗ്യത്തെ ആമേൻ അത് ദീർഘമാക്കി തന്ന നമ്മുടെ കർത്താവിനെ ആമേൻ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ആമേൻ ഈ നല്ല രാത്രിക്കായി നന്ദിയോടങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഇന്ന് രാത്രി പ്രഘോഷിപ്പാൻ അടിയനെ കൃപ ലൈവിലൂടെ അതിന്റെ വചനം പങ്കുവെക്കുവാൻ ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ നിറഞ്ഞതായ ലോകത്ത് ഇന്ന് രാത്രി വചനം കേൾക്കുവാനായി കടന്നു വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയിൽ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട് ആദ്യോടന്ത പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കണം. സകല ബുദ്ധിയിൽ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. നമുക്കറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു,
രുചിച്ചറിയുവാൻ ആമേൻ കൃപ ലഭിച്ചവർ ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നാത്തോട് നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ പാടുവാൻ, നന്ദിയോടെ സ്തുതിക്കുവാൻ, നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ അതെ ആ പരിപാലനം ഓർത്ത്, ദൈവത്തിന്റെ നടത്തിപ്പ് ഓർത്ത്, ദൈവത്തിന്റെ കരുതൽ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകുലതകൾ നിറഞ്ഞതായ, ഭാരത്തോടെ വേദനയോടായിരിക്കുന്ന അനേകർ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലകരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിക്കാൻ ഇടയായി തീർന്ന ദൈവജനം കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോ, ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോ, ആമേൻ, അത് ആ നിത്യതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ ആ നടത്തിപ്പ് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് മൗനമായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയത്തില്ല. ഈ വർഷത്തിന്റെ ആമേൻ എൻഡിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 2020 ഏറ്റവും ഒടുവിലത്തെ ശനിയാഴ്ച ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഇനി ഈ 2020 ആമേൻ ഒരു ശനിയാഴ്ച നമുക്ക് ആമേൻ ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഈ ശനിയാഴ്ച രാത്രി നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിച്ച ആ വിധങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ, ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ ആത്മാവിനോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അനുഗ്രഹിക്കാൻ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനോട് നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ? ആമേൻ. ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103:1 പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനം 103:1. ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മോട് തന്നെ ഒന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മെ അത്ഭുതകരമായി നടത്തിയ ഈ ഒരു വർഷം തിരിഞ്ഞു നോക്കിക്കേ. ആമേൻ. ആ പ്രാരംഭ ആ മാസം തൊട്ട് ഈ ഡിസംബർ മാസം വരെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ആമേൻ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം എങ്ങനെ എപ്രകാരം ആമേൻ അത് മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ച ആ സമയത്ത് ചിന്തിച്ചതിലപ്പുറമായി ചോദിച്ചതിലധികമായി സ്വർഗത്തിലെ ദൈവം നൽകി. ഈ ഒരു വർഷം മുഴുവൻ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി ആമേൻ ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രമാണ് ഈ വർഷം ആമേൻ നമുക്കുള്ളത്. ഹല്ലേലൂയ. അത്ഭുതകരമായി ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി സങ്കീർത്തനക്കാരനോട് ചേർന്ന് അച്ചങ്കത്തിൽ കൈവച്ചു പറ, എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവാൻ കഴിയാതെ എത്രയോ പേര് ആമേൻ കൊറോണ ആമേൻ നിമിത്തം ലോക രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ശ്വാസകോശ തടസ്സം നേരിട്ട് ആമേൻ അതെ റൂമിനകത്ത് ആമേൻ വെളിലോകം അറിയാതെ കണ്ട് എത്രയോ പ്രിയപ്പെട്ട ഒരു കുടുംബമായി ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു. എന്നാൽ ഞാനും നിങ്ങളുമായിരുന്നെടുത്ത് ആമേൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടെവിടങ്ങളിലായിരുന്ന നമ്മളെ സൂക്ഷിച്ച നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പറപ്പ് ആമേൻ നമ്മുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറകൾ ആമേൻ ജോലി മേഖലയിലായിരുന്നെടുത്ത് ആമേൻ അതെ ലോക രാജ്യങ്ങളിൽ ആമേൻ അതെ പഠനത്തോടുള്ള ബന്ധത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്ന എല്ലാവരെയും അവിടെവിടങ്ങളായി സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഒരിക്കൽ കൂടെ നന്ദിയോടെ കരമടിച്ച് കർത്താവിന്റെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു,
നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. എത്രയോ രോഗികൾ ചുറ്റുപാട് ആമേൻ നിരാശരായി കഴിയുമ്പോൾ രോഗമുണ്ടെങ്കിലും അതിനകത്ത് ദൈവം കൃപ നൽകി നിന്നെ നടത്തുന്ന വിധങ്ങളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. സമപ്രായത്തിലുള്ള എത്രയോ പ്രിയപ്പെട്ടവരാ നിസാര രോഗം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ ആമേൻ രോഗം നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ആമേൻ നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി നീ സമർപ്പിക്കപ്പെട്ടത് കൊണ്ട് ആമേൻ ഉയരത്തിലെ കൃപ നിന്റെ മേൽ സ്വർഗം പകർന്നതുകൊണ്ട് ആമേൻ ഈ രോഗം നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ആ രോഗം നിന്റെ പ്രാണനെ നിന്നിൽ നിന്നും ആമേൻ അതെ അകറ്റുവാൻ സമ്മതിക്കാതെ ആമേൻ ഇന്നും അതെ ആരോഗ്യത്തോടെ ബലത്തോടെ ആമേൻ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഭക്തൻ പറയുകയാണ്, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്നലെ ആമേൻ നീ നടക്കുവാൻ, ഇന്നലെ നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുവാൻ ദൈവം നിനക്ക് അവസരം ഒരുക്കിയെങ്കിൽ, കൃപ നൽകിയെങ്കിൽ ഇന്ന് അത് ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക. ആമേൻ ലോകത്തിൽ അനേകര് ആമേൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ കഴിയാതെ പ്രതികൂലങ്ങളുടെ നടുവിൽ അകപ്പെട്ട് അത് നിലവിളിച്ചൊടുങ്ങിപ്പോയപ്പോ നിലവിളിച്ച ഭക്തന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം ഇന്നലകളിൽ നീ കരഞ്ഞപ്പോൾ, നീ നിലവിളിച്ചപ്പോൾ, നീ പ്രാർത്ഥിച്ചപ്പോൾ ആയുസ്സിനെ ദീർഘമാക്കി ആരോഗ്യം നൽകി ബലം നൽകി അത് നിന്നെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തെ ഇന്ന് രാത്രി അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ദുഷ്ടപിശാചിന്റെ അതേ പദ്ധതിക്കകത്ത് നിന്നെ തകർക്കുവാൻ അനുവദിക്കാതെ ശത്രു ഒരുക്കി കെണിക്കകത്ത് നീ ആമേൻ കുടുങ്ങിപ്പോകുവാൻ സമ്മതിക്കാതെ അതിനകത്ത് നിന്ന് നീക്കുപോക്ക് നൽകി ആ ആക്സിഡന്റിനകത്ത് നിന്ന് ആമേൻ ആ വലിയ പകർച്ചവ്യാധിക്കകത്ത് നിന്ന് ആ മാരകമായ ആ രോഗത്തിനകത്ത് നിന്ന് ദൈവം നിന്നെ അത്ഭുതകരമായി ഹല്ലേലൂയ സൂക്ഷിച്ച പരിപാലിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. അവൻ നിന്റെ ആമേൻ രോഗത്തെ ആമേൻ സൗഖ്യമാക്കുന്ന ദൈവം, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവം, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തീർന്നില്ല, നിന്റെ യൗവനം കഴുകനെ പോലെ വരികത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തീർന്നില്ല, യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. സകല പീഡിതന്മാർക്ക് ഹല്ലേലൂയ വേണ്ടി നീതിയും ന്യായവും നടത്തുന്ന ദൈവം ഇന്ന് രാത്രി ഈ കർത്താവിനെ അത്രേ ഈ ലൈവിലൂടെ ആമേൻ പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത്. 103-ാം സങ്കീർത്തനം 1-ാം വാക്യം ഭക്തൻ അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത്, എന്റെ ആത്മാവ് യഹോവയെ എന്ത് ചെയ്യും? വാഴ്ത്തും. ഹല്ലേലൂയ. ആമേൻ. അത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ആമേൻ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ആമേൻ സ്തുതി സ്തോത്ര യാഗങ്ങൾ കരയ്ക്കുമ്പോൾ ഹല്ലേലൂയ അടുത്ത ദിവസത്തിലേക്കുള്ള നന്മകൾ ആമേൻ നീ അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗം പകരുവാൻ തക്കവണ്ണമിടയായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇച്ഛ, വികാരങ്ങൾ, ബുദ്ധി ആമേൻ എന്നിവ ആമേൻ അത് പ്രയോഗിക്കുന്ന സ്ഥലമാണ് ആത്മാവ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഇരിപ്പിടമാണ് മനസ്സ്. ഹല്ലേലൂയ. ആമേൻ. ചില കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മുടെ ആത്മാവ് ആമേൻ ദൈവത്തെ ആമേൻ അതെ ആരാധിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ എന്താ ചെയ്യാൻ സാഹചര്യം നമ്മളെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മനസ്സ് ആമേൻ നിരാശപ്പെട്ടു പോകുകയാണ്. ആ കാരണത്താൽ വേണ്ടും പോലെ ഇതുവരെ നടത്തിയ ആമേൻ നമ്മെ അത്ഭുതകരമായി കൊണ്ടുവന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ആമേൻ നമുക്ക് കഴിയാതെ പോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. ഹല്ലേലൂയ. ആമേൻ. ക്ഷീണം ആമേൻ പകൽ മുഴുവൻ അത് ജോലി സംബന്ധമായി ഓടിയ ക്ഷീണം കൊണ്ട് പലപ്പോഴും ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ ശരീരം ആമേൻ അത് സജ്ജമാകണമെന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ചിലർക്ക് ദുഃഖമാണ്. ഹല്ലേലൂയ. ചിലർക്ക് വിരസതയാണ്. ആമേൻ. ചിലർക്ക് രോഗമാണ്. ഹല്ലേലൂയ. ഈ കാരണങ്ങളാൽ ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകാതെ മനുഷ്യൻ ആമേൻ അതെ നിരാശപ്പെടുവാൻ തക്കവണ്ണമിടയാണ്.
ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനക്കാരന് ആത്മാവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് ആമേൻ അത് തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന് ആമേൻ തന്റെ ആത്മാവിനെ കുറിച്ച് ആത്മാവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് ബോധമുണ്ടായി. അതിനാൽ അത് ചെയ്യുവാൻ ആമേൻ അത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ അവൻ സ്വയം ആമേൻ തയ്യാറാകുകയാണ്. ഇന്ന് രാത്രി നീ സ്വയം ദൈവം നടത്തിയ വിധങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും തയ്യാറാകുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം ആമേൻ അധികം അധികം ഉയരങ്ങളിലേക്ക് ചുവടുവെച്ച് പോകുവാനുള്ള കൃപയും ശക്തിയും നൽകി തരുവാൻ കൊണ്ടമിടയായി തീരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചെയ്യുവാൻ നിങ്ങളുടെ ആത്മാവിനോട് ആമേൻ കൽപ്പിക്കുവാനുള്ള ഒരു സമയമാണിത്. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുവാനുള്ള സമയമല്ല, ആമേൻ തളർന്നിരിക്കുവാനുള്ള സമയമല്ല. ആമേൻ ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിക്കാൻ ശക്തിയുള്ള ജീവന്റെ വചനം നിന്റെ കാതുകളിൽ ദൈവം അത് കേൾപ്പിക്കുമ്പോൾ ആ വചനം നിന്റെ അകത്ത് ആമേൻ അത് ശക്തിയായി വ്യാപരിച്ച് നിന്റെ ബലഹീനമായ ശരീരത്തെ ആമേൻ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിങ്ങളോട് തന്നെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ ആമേൻ നിങ്ങളെ നിരാശപ്പെടുത്തി നിങ്ങളെ ആമേൻ മനസ്സിന് വേദന ഉണ്ടാക്കി ആമേൻ നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ആമേൻ നിങ്ങളെ ഒരു മൂലയിൽ ഒതുക്കുവാൻ നോക്കുന്ന പൈശാചിക പോരുകൾക്കകത്ത് നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കുവാനും ദൈവനാമ മഹത്വം നിങ്ങളിലൂടെ ദേശത്ത് വെളിപ്പെടുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ അത് സ്തുതിക്കുക എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ അത് ദൈവത്തിൽ നിന്ന് ആമേൻ നാം സന്തോഷം പ്രാപിച്ചത് തിരിച്ചറിഞ്ഞ് അവന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതുമില്ലല്ലോ. ഹല്ലേലൂയ. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ആമേൻ. അതെ, എബ്രായ ലേഖനം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ അത് അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഉയർന്നവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിലായിരിക്കുന്ന ആമേൻ സകലരെയും അനുഗ്രഹിക്കുവാനാണ്. ഹല്ലേലൂയ. ആമേൻ സകലരെയും ആമേൻ ഉയരത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനാണ്. ദാക്ഷ്യകരമായ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തുവാൻ ഉലകത്തിൽ ആമേൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ആമേൻ അത് ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ ജനിച്ചത് അത് മാനവരാശിയെ നിത്യതയിലേക്ക് ആമേൻ ഉയർത്തി കൊണ്ടുപോകുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ കർത്താവിന്റെ മടങ്ങി വരവിന് ആമേൻ തൊട്ട് മുമ്പ് നടക്കേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ആ ദൈവവചനത്തിന്റെ നിവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളക്കിലെണ്ണ കരുതി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിപ്പാൻ ഇന്ന് രാത്രി ഇടയാകട്ടെ. ഹല്ലേലൂയ. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാണ്? യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. ഇന്ന് രാത്രി ആമേൻ നാം ആരാധിക്കുന്ന ദൈവം ഹല്ലേലൂയ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതെ, ദൈവം തന്നെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിനെ ആമേൻ അതെ അടിസ്ഥാനമായിട്ട് ദൈവം ആമേൻ നമുക്ക് അതെ വെളിപ്പെടുത്തി തരുന്നത് ആമേൻ ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവനെ സ്തുതിക്കണമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്നെ കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലിനെ ആമേൻ അടിസ്ഥാനമാക്കി ആമേൻ മോശയുടെ മുമ്പിൽ ആമേൻ ഇറങ്ങി വന്ന് അത് ഇസ്രായേൽ ജനത്തിന് മുമ്പോട്ട് നയിക്കുവാൻ മോശയെ അഭിഷേകം ചെയ്ത് മോശയെ ശക്തീകരിച്ച് ആമേൻ നടത്തുമ്പോൾ ആമേൻ മോശ ആരാണ്
ദൈവമെന്ന് അറിഞ്ഞ് ആ ദൈവത്തോട് കൂടെ ഇരുന്ന് ആ ദൈവത്തോട് കൂടെ നടന്ന് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തന്നെ തന്നെ ആമേൻ അതെ സമർപ്പിച്ച് ആമേൻ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധി ആരാധിച്ച് ജനവുമായി ആമേൻ മുൻപോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് ഉയർന്നു വരുവാൻ തന്നെ തന്നെ ദൈവം ആരെന്നറിഞ്ഞ് സമർപ്പിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 34:8 ആമേൻ. എന്നാണ് മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവം ആരാണ് അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ മുമ്പിൽ അവൻ സാഷ്ടാംഗം വീണ് അവനെ എന്ത് ചെയ്യാണ്? ആരാധിക്കുകയാണ്. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യ നടക്കണമേ. ഹല്ലേലൂയ. അപ്പോ കൃപ അനുഭവിക്കുന്ന ആമേൻ മോശ പറയുക, ഹല്ലേലൂയ, ഞങ്ങളുടെ മധ്യ എന്ത് ചെയ്യണം? നടക്കണം. ഹല്ലേലൂയ. ഇത് ദുഷ്ടാത്മമുള്ള ജനം തന്നെയെങ്കിലും ഞങ്ങളുടെ അകത്യവും പാപവും ക്ഷമിച്ച ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നോക്കണം, ദൈവം കരുണയുള്ളവൻ, കൃപയുള്ളവൻ, മഹാദയാ, വിശ്വസ്തതയുള്ളവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ മോശ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ സാഷ്ടാംഗം വീണ് അവനെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഇന്നലകളിൽ അവൻ നമ്മളോട് കാണിച്ച കരുണ, അവന്റെ വിശ്വസ്തത, അതെ ആ ദീർഘക്ഷമ, ആ മഹാദയ, അത് അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ അർഹതയുള്ളവനാക്കി മാറ്റിയ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അടുത്ത പ്രഭാതം ദൈവം നൽകുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ആമേൻ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുവാൻ എന്ത് ചെയ്യും? തയ്യാറാകുന്നല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നീതിമാന്മാരെ യഹോവയെ ഘോഷിച്ചുല്ലസിപ്പി. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഹല്ലേലൂയ. അപ്പൊ നീതിമാന്മാർ ആരാണ്? ഹല്ലേലൂയ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്ന ആ സാഹചര്യത്തിൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകി. അങ്ങനെ ആമേൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. നീതിമാന്മാർ ഹല്ലേലൂയ നേരുള്ളവരാണ്. ഹല്ലേലൂയ. അവര് ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതമാണ്. ഹല്ലേലൂയ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. ഹല്ലേലൂയ. അവന് പുതിയ പാട്ടുപാടുവിൻ. ഒറ്റ സ്വരത്തോടെ നന്നായി വാദ്യം വായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ ശ്വാസമുള്ളതെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. ശ്വാസമുള്ളവരെല്ലാം എന്ന് പറഞ്ഞ ജീവനുള്ളവരെല്ലാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവനുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. 150 സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്ന യഥാർത്ഥ ആമേൻ ആരാധകരെ ആമേൻ അവൻ അന്വേഷിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികളെ ഓർത്ത് നന്ദിയുള്ളവരാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. 4 ജീവികളും ഓരോന്ന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണും നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ആമേൻ 24 വൃദ്ധന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു.
ഹല്ലേലൂയ. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാവരുടെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിൽ ഇടും. ഹല്ലേലൂയ. വാങ്ങിപ്പോയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര ഒട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ ആ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട് കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ എല്ലാം സകല മഹത്വത്തിനും സകല വീഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെയും ദൈവം അയച്ച പുത്രനെയും ആരാധിക്കുന്നതാ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. കരുണയുള്ള ദയാലുവായ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന കർത്താവിനെ മോശ വീണ് നമസ്കരിച്ചതുപോലെ വീണ് ആരാധിച്ചതുപോലെ ദൂതന്മാർ ഈ ഭൂമിയിൽ ആക്കിയ ദൈവം ആക്കി വെച്ച അഭിഷക്തന്മാർ എല്ലാവരും ആരാധിച്ച കർത്താവിനെ ഇന്ന് രാത്രിയിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ കടപ്പെട്ട ദൈവമക്കൾ ഉറങ്ങി മയങ്ങി സമയം പോക്കാതെ രാപകലില്ലാതെ ആരാധിക്കുവാൻ നിത്യതയിൽ അതെ സന്തോഷിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ശിഷ്ടായുസ് നഷ്ടമാക്കാതെ ഇവിടെ അവൻ ചെയ്ത ഉപകാരങ്ങളും കൊത്തവണ്ണം അവരെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ ഒരു തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ അർത്ഥുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവണ്ണ വീണ് ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. ഹല്ലേലൂയ. നോക്കുക, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ആമേൻ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം ആമേൻ വൈദികന്മാർ വീണമീട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും ആമേൻ മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമായുള്ളവ.
കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഹല്ലേലൂയ. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. ആമേൻ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ ചോദിച്ചു പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവൻ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം വെച്ചിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിത്യതയിൽ ആമേൻ സകല വിശുദ്ധന്മാരോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നത്. ഇന്നലകളിൽ ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചെങ്കിൽ നാളിതുവരെ അത്ഭുതകരമായി ദൈവം നിന്നെ പുലർത്തിയെങ്കിൽ ഇന്ന് രാത്രി അതോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. അവൻ സന്തോഷവാനായിത്തീരുന്നു. ഹല്ലേലൂയ. അവന്റെ സന്തോഷം നമ്മുടെ ശക്തിയായിത്തീരുന്നു. അവൻ നമ്മെ മഹത്വത്തോടെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവനെ സ്തുതിക്കുന്നത് അവന്റെ നമ്മിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകും. ഹല്ലേലൂയ. നാം അവനെ സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതിനിടയിൽ സ്തുതിക്കായി അവൻ നമുക്ക് വേണ്ടിയുള്ള ആമേൻ പോരാട്ടങ്ങൾ നടത്തി അവനെ സ്തുതിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് ഗുണപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന സകല പൈശാചിക പീഡകൾക്കകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറല്ലെങ്കിൽ ആമേൻ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ ആമേൻ ലാഭകമില്ലാതെ അത് ദൈവത്തെ സ്തുതിക്കുന്ന ആമേൻ അതെ ആ മനോഹരമായ അനുഭവത്തിൽ അതെ നമുക്ക് അതെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തില്ല, അവിടെ എത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആമേൻ കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭയാൽ കാന്ത ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നവര് ആമേൻ സദാ 24 മണിക്കൂറും ആമേൻ ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധനയിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളവരായി ഇവിടെ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ ഇവിടെ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികളെ ധ്യാനിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമേൻ. നാം ജീവനോടിരിക്കുമ്പോൾ ദൈവം നടത്തുന്ന അത്ഭുതകരമായ വിധങ്ങളായ വിലക്കിക്കൊണ്ട് അവനെ ആരാധിക്കുവാൻ തയ്യാറാകുക, അവനെ സ്തുതിക്കുവാൻ തയ്യാറാകുക. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവമക്കളെ, എങ്ങനെയെങ്കിലും ആരാധിച്ച നിത്യതയിലെത്തി ആമേൻ അവിടെ എങ്ങനെയെങ്കിലും ആരാധിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോ
ജീവനുള്ള ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ളത് വ്യക്തമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ആമേൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, ഇസഹാക്കിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, യാക്കോബിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം സ്നേഹിതരെ നമുക്കും വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവൻ പാരമ്പര്യപരമായി അത് ദൈവത്തെ ആരാധിക്കുകയും ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിലൂടെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്ത ശമരിയക്കാരി സ്ത്രീയുടെ മുമ്പിൽ യേശു കർത്താവ് തന്നിട്ട് പറഞ്ഞു, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ. നീ എന്നോട് വെള്ളം ചോദിക്കുകയും ഞാൻ നിനക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. ആമേൻ. എന്നിൽ നിന്ന് വാങ്ങി കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല. ഹല്ലേലൂയ. ഇങ്ങനെ യേശു കർത്താവ് ആ ശമരിയക്കാരി സ്ത്രീയുമായി സംസാരിച്ചിരിക്കവേ തന്റെ കൂടെയായിരുന്ന ശിഷ്യന്മാർ അവരെ ഭക്ഷണം കൊള്ളുവാനായി പോയി. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ തിരികെ വരുമ്പോൾ യേശു കർത്താവ് പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. ആമേൻ. ശിഷ്യന്മാർ പലതും ചിന്തിച്ചു. എന്നാൽ അവരുടെ ചിന്തയ്ക്കപ്പുറമായി ഒരാത്മാവിനെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ആമേൻ ആ ശമരിയക്കാരി സ്ത്രീയുമായി അതെ പങ്കുവെച്ചു. അവൾ ഏർപ്പെട്ടിരുന്ന ജോലിയിൽ അവൾ ആ പാത്രം വെച്ചിട്ട് ശമരിയ പട്ടണത്തിലേക്ക് പോയി ഒരു കൂട്ടത്തെ യേശുവിലേക്ക് നയിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ശമരിയ പട്ടണത്തിൽ യഥാർത്ഥമായ ഒരു ആരാധന വെളിപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ആ ശമരിയക്കാരിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അത് സംഭവിച്ചുവെങ്കിൽ ഇന്ന് രാത്രി യഥാർത്ഥമായ ആരാധനയുടെ മാഹാത്മ്യം രുചിച്ചറിയുന്ന ദൈവമൈതലേ, നിന്നിലൂടെയും അത് ദേശത്ത് ഒരു കൂട്ടം സത്യാരാധനയിലേക്ക് അത് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് മുമ്പ് അത് ശിഷ്ടായുസ് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് അവനെ സ്തുതിക്കുവാനും അവനെ ആരാധിക്കുവാനും അവന് മഹത്വം കൊടുക്കുവാനും നീ സ്വയം സമർപ്പിക്കപ്പെട്ട് തയ്യാറാകുമ്പോൾ നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. പീഡകളുണ്ട്, ഭാരങ്ങളും പ്രയാസങ്ങളുമുണ്ട്, കഷ്ടതയുണ്ട്, നെടുവീർപ്പുണ്ട്, ഞെരുക്കമുണ്ട്. ഇതിന്റെ നടുവിലും പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിന്റെ ചുറ്റുപാടുമുള്ളവർ കാണത്തക്ക വിധത്തിൽ ആമേൻ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ നീ കഷ്ടതയിലൂടെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിന്നെ തുറിച്ചു നോക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ ശ്രദ്ധിക്കുന്നവരുടെ മുമ്പിൽ ആരാധിക്കുന്ന നിന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ആമേൻ ജീവനുള്ള ദൈവം ആരെന്ന് നിന്നെ ശ്രദ്ധിക്കുന്നവർ കാണുക ആമേൻ അറിയത്തക്ക വിധത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീരും. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ദൈവമക്കളെ, ഞാനും നിങ്ങൾ ദൈവം ആരെന്നറിഞ്ഞ് യഥാർത്ഥമായി ആരാധനയിൽ നാം ആമേൻ ഏകീഭവിച്ചു കഴിയുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ ആ പ്രവൃത്തി ആരാധിക്കുന്ന ഭവനത്തിൽ, ആരാധിക്കുന്ന വ്യക്തികളിൽ, ആരാധിക്കുന്ന ദേശത്ത്, ആരാധിക്കുന്ന രാജ്യത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീരും. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ അവിടെയുള്ള ബന്ധിതർ വെടിവിക്കപ്പെടും. ആമേൻ. അവിടെയുള്ള പാപികൾ മനസ്സാന്തരപ്പെടും. അവിടെയുള്ള രോഗികൾ സൗഖ്യമാകും. ഈ ഒരു നിലവാരത്തിലേക്ക് ആരാധനയൊന്ന് ചേഞ്ച് ആകുവാൻ ഇന്ന് രാത്രി എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ആരാധന ഒരു ചടങ്ങായി, കേവലം സന്ധ്യപ്രാർത്ഥന ഒരു ചടങ്ങായി, പ്രഭാത പ്രാർത്ഥന ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവപൈതലേ, യഥാർത്ഥമായി പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുവാൻ തയ്യാറാകുന്നിടത്ത് യഥാർത്ഥമായി ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ.
2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പി അവന്റെ ദൈവം എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോര്യരുടെയും മോവാബിന്റെയും സോയർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരും. അങ്ങനെ അവർ തോറ്റുപോയി. നോക്കിക്കേ, ആമേൻ, പരാജയപ്പെടുത്തുവാനായി മുൻപോട്ട് വന്ന ശത്രു പക്ഷത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനും തയ്യാറായപ്പോൾ അവർ തോറ്റുപോകുവാനിടയായി. അമോര്യരും മോവാബിയരും സോയർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സോയർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത് ഹല്ലേലൂയ നിന്റെ പ്രാണനെ ആമേൻ അതെ ചുമതല എടുത്തപ്പോഴും അനുഗ്രഹിച്ച് ഹല്ലേലൂയ അതെ സ്തോത്രം ആമേൻ അതെ നാം നമ്മെ തന്നെ ഹല്ലേലൂയ അതെ ഒന്ന് കണ്ട് ദൈവം ഇന്നലകളിൽ നടത്തിയ വിധങ്ങളെ അനുഭവിച്ചറിഞ്ഞവർ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായ നിന്നെ തകർക്കാൻ അതെ ആരെ വിഴുങ്ങേണ്ട ഒന്ന് അലറിക്കൊണ്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചം നിന്റെ കണ്ണിന്റെ മുമ്പിൽ പരാജയപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. അതെ, നമ്മുടെ അകത്ത് ആമേൻ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവ് ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ അതെ ശക്തമായി അതെ ദൈവവുമായി സമ്മേളിച്ച് നമ്മുടെ ഈ ജഡത്തിനെതിരെ അതെ പൊരുതുന്ന പൈശാചിക മണ്ഡലങ്ങളെ അതിജീവിക്കുവാൻ കരുത്തുള്ള മനുഷ്യനാക്കി നമ്മളെ മാറ്റുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗം കയറി കഷ്ടതയിലൂടെ പ്രതികൂലത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വയം ആമേൻ അത് തന്നോട് തന്നെ പറയാ, ഇന്നലകളിൽ ഉണ്ടായ ആപത്തിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ വെല്ലുവിളിക്കകത്ത് നിന്ന് ആമേൻ നാളിതുവരെ എന്നെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തെ ഞാൻ ആരാധിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ ഇനിയും എന്റെ മുമ്പിൽ ഉയർന്നു പോകുന്ന അതേ വെല്ലുവിളിക്ക് എന്നെ വിട്ടുകൊടുക്കാതെ അതിനകത്ത് നീക്കുപോക്ക് നൽകി എന്നെ ദൈവം അതേ മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളവനാണെന്ന്, അവൻ കരുണയുള്ളവനാണെന്ന് ആമേൻ അവൻ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചതായ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ദൈവത്തെ സ്തുതിക്കുവാനും അവന്റെ വിശുദ്ധ നാമത്തെ ആരാധിക്കുവാനും തയ്യാറാകുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ വിടുവിപ്പാൻ ദൈവം അതേ ശക്തരാണ്. ഹല്ലേലൂയ. ഈ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഭക്തൻ ഹല്ലേലൂയ തന്റെ മുമ്പിൽ എപ്പോഴും വെച്ചിരിക്കുകയാണ്. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുകയാ, ഞാൻ എന്തിയില്ല കുലുങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ യഹോവയെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളിൽ കടപ്പെട്ടവരാണ്. ആമേൻ. കഷ്ടതകളിലും ആമേൻ പരീക്ഷണങ്ങളിലും യേശുവിന്റെ ആ വിജയത്തിന്റെ രഹസ്യം ആമേൻ ഇത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. പിതാവിനെ മറച്ച് ഒരു കാര്യവും ദൈവപുത്രൻ ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പിതാവ് അറിയാത്ത ഒരു കാര്യവും ഇല്ലായിരുന്നു യേശു കർത്താവിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ ആമേൻ അതേ കാലയളവിൽ ദൈവഹിതത്തിനൊത്തവണ്ണമല്ലാതെ, ദൈവത്തിന്റെ സമയത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനുമല്ലാതെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ല. അന്ന് മത നേതാക്കന്മാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, ചക്രവർത്തിമാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരുടെ ഒന്നും ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല പിതാവായ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു നിർവഹിച്ചത്. യേശു കർത്താവ് കനാനിലെ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്യാണ വീട്ടിൽ യേശുവിലൂടെ ദൈവം ചെയ്യുവാൻ ഏൽപ്പിച്ച കാര്യം മാത്രമേ ചെയ്തുള്ളൂ.
ഹല്ലേലൂയ. അതെ, ആ മരണ വീട്ടിൽ, ലാസറിന്റെ വീട്ടിൽ യേശുവിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ പിതാവായ ദൈവം ഏൽപ്പിച്ചത് മാത്രമേ അവിടെ ചെയ്തുള്ളൂ. യേശു സകലത്തിനും മതിയാകുന്നവനാണ്. യേശു കല്യാണ വീട്ടിൽ നിന്നുകൊണ്ട് അവിടെ കൂടി നിന്നവരോട് യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയായി മാനസാന്തരപ്പെട്ട് എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. യേശു ആ കല്യാണ വീട്ടിൽ നിറഞ്ഞ സാന്നിധ്യം ഉള്ളവനായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നത്തെ പരിഹരിക്കുവാൻ പിതാവ് സമയമായപ്പോൾ തന്നെ ഉപയോഗിച്ച സമയത്താണ് തന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയത്. എന്നാൽ കടൽക്കരയിൽ ആമേൻ അധ്വാനിക്കുന്നവരും ഭാരം എടുക്കുന്നവരുമായിട്ടുള്ളവര്, അത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് കേൾക്കേ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പ്രസംഗിച്ചു. മരണവീട്ടിൽ കല്യാണ വീട്ടിലും ആയിരുന്നില്ല യേശു അത് സുവിശേഷ പ്രസംഗം നടത്തിയത്. യേശു സുവിശേഷ പ്രസംഗം നടത്തിയത് ഗ്രാമങ്ങളിലാണ്. ആമേൻ. അത് തെരുവുകളിലാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയായ ദൈവത്തെ ഭക്തൻ എപ്പോഴും തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായി ആമേൻ അത് സങ്കീർത്തനം 16:8 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എല്ലാ കഷ്ടതകളിലും പരീക്ഷണങ്ങളിലും യേശുവിന്റെ വിജയത്തിന്റെ രഹസ്യം ഇതായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവന്റെ കണ്ണുകൾ എപ്പോഴും പിതാവിലായിരുന്നു. തനിക്ക് ആവശ്യമായ എല്ലാ ശക്തിക്കും സഹായത്തിനും ദൈവം തന്റെ വലത്തുവശത്താണെന്ന് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. അതിനാൽ പിതാവ് അവന് വേണ്ടി നിശ്ചയിച്ച ആ ഗതിയിൽ നിന്ന് അവനെ ഒരിക്കലും ആമേൻ തകർക്കുവാനോ ചലിപ്പിക്കുവാനോ ആമേൻ ഹല്ലേലൂയ. അതെ, ഈ കാര്യങ്ങളിലെല്ലാം അവിടുന്ന് നമുക്ക് എല്ലാവർക്കും ഉത്തമ മാതൃകയായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് അവനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ സ്വർഗീയ ദർശനം സ്ഥാപിച്ചിട്ട് അനുസരണക്കേട് കാണിക്കാതെ താൻ സഞ്ചരിച്ച മേഖലകളിൽ ദൈവസഭ സ്ഥാപിച്ചിട്ട് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയത് അതെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാം മുതൽ അത് വിശ്വാസികളായിരിക്കുന്നവരെ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കി മുൻപോട്ട് പോകുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പ് കാലാകാലങ്ങൾക്ക് അപ്പുറം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും സഭകൾ സ്ഥാപിച്ചവരും ഒത്തിരി പേരുണ്ടായേക്കാം. എന്നാൽ അവരുടേതാകുന്ന ജീവിത ശൈലിയല്ല, അവരുടേതാകുന്ന ഉപദേശങ്ങളല്ല, അവരുടേതാകുന്ന മാതൃകയല്ല ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. ആമേൻ. അത് വിശ്വാസ വീരന്മാരുടെ പട്ടിക ആമേൻ അത് എടുത്ത് കാട്ടിയിട്ട് പറയുകയാണ്, ഇവരൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും ആമേൻ നമ്മെ അത് രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് യേശുവാണ്. നമുക്ക് വേണ്ടി അത് ചാട്ടവാറുകൾ കൊണ്ട് അടിയേറ്റ് ആമേൻ പച്ച പൈമര കുരിശും എടുത്തുകൊണ്ട് കാൽവരിയുടെ ആ മുകളിലേക്ക് അത് കയറിപ്പോയത് നമ്മുടെ കർത്താവാണ്. അവൻ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ അവൻ ക്രൂശിൽ യാഗമായി തീർന്നത് യേശുവാണ്. അത് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് യേശുവാണ്. പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞത് യേശുവാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞത് യേശുവാണ്. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസ വീരന്മാരുടെ വലിയൊരു ലിസ്റ്റ് 11-ാം അധ്യായത്തിൽ ആമേൻ കാണിച്ചിട്ട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇന്ന് ഹല്ലേലൂയ റോൾ മോഡലായി പലരെയും കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആവരുത്. ആമേൻ. കർത്താവായ യേശുവിനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ, അവനെ മാത്രമേ സ്വീകരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനാണ് ആമേൻ ഏക മധ്യസ്ഥൻ. ഹല്ലേലൂയ. ആമേൻ. നായകനവനാണ്. ഭൂമിയിൽ പിതാവെന്ന് ആരെയും വിളിച്ചു പോകരുത്. ഗുരുക്കന്മാരെന്ന് വിളിക്കരുത്. ഒരു ഗുരുവേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ യേശു ആരാണെന്ന് അറിഞ്ഞ് അവനെ ആരാധിക്കുവാൻ, അവനെ മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് നിത്യതയിൽ നിത്യകാലം കർത്താവിനോട് കൂടെ ആരാധനയിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ.
നിങ്ങൾ സ്ഥാപിക്കുന്നിടത്ത് നിങ്ങളുടെ സ്ഥിരത കർത്താവ് എന്ത് ചെയ്യുന്നു? നിർണയിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരെന്ന് അറിഞ്ഞ് അവനെ എന്ത് ചെയ്യണം? സേവിക്കണം, അവനെ ആരാധിക്കണം. ഹല്ലേലൂയ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അനേക കാണുന്നതിനെയെല്ലാം ദൈവമെന്ന് സങ്കല്പിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം ആമേൻ മനസ്സുള്ളവരാണ് മനുഷ്യനെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് മനുഷ്യനോട് ദൈവം പറഞ്ഞത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവർ പിതാക്കന്മാരുടെ അകത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. ഹല്ലേലൂയ. നോക്കണമേ, സർവശക്തനായ ദൈവം ഈ ഭൂമിയെ വാക്കിനാൽ ഉളവാക്കിയിട്ട് തന്റെ കൈകൊണ്ട് നിലത്തെ മണ്ണെടുത്ത് തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേവിയാക്കി നിർത്തിയിട്ട് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായ തുണയെ കൊടുത്ത് സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഈ ഭൂമിയെ അടക്കി വാണ് രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആക്കി വെച്ച മനുഷ്യനെ, മാനവകുലത്തെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ട പിശാച നിമിത്തം കഷ്ടപ്പെടുന്ന ജനതയെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകിയത് ഹല്ലേലൂയ ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവത്തെ എപ്പോഴും തന്റെ മുമ്പിൽ നിർത്തി ഹല്ലേലൂയ അവൻ ആ ദൈവത്തെ വലതുഭാഗത്ത് വെച്ച് ആമേൻ അതെ ആ ദൈവത്തെ ആരാധിച്ച് അതെ മുൻപോട്ട് പോകുവാൻ സമർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ചെയ്ത കാര്യങ്ങളിൽ കർത്താവ് സന്തുഷ്ടനായിരുന്നു. അതിനാൽ അവൻ അവനെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കാൻ തക്കവണ്ണമിടയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെ എവിടെയാണ് ആമേൻ അതെ വെച്ചിരിക്കുന്നത്? കർത്താവിന്റെ സ്ഥാനം എവിടെയാണ്? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ സാങ്കേതിക യുഗത്തിൽ നമ്മുടെ ശ്രദ്ധയ്ക്കായി ധാരാളം കാര്യങ്ങൾ ആമേൻ നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യുന്നു? നടക്കുന്നുണ്ട്. അതിൽ പലരും മത്സരികളായി മാറുന്നുണ്ട്. ഹല്ലേലൂയ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുവാൻ ഹല്ലേലൂയ നാം തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. അത് ചെയ്യുവാൻ അത് നിരന്തരം ആമേൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ തന്റെ മുമ്പാകെ വെച്ചപ്പോൾ ഹല്ലേലൂയ ഗോലിയാത്തിനെ ആമേൻ അതെ ഇല്ലാതാക്കാൻ ഹല്ലേലൂയ ആമേൻ അതെ കല്ല് ആമേൻ കവണയും എടുത്ത് ഹല്ലേലൂയ ആ കവണയും കല്ലുമായി ആമേൻ ഗോലിയാത്തിനെ നേരിടുവാൻ, ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ ദാവീദിനെ ദൈവം ശക്തീകരിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലുകളുടെ ആമേൻ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫിലിസ്ത്യർ ദാവീദിനോട് എതിർപ്പാൻ അടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ആ ഫിലിസ്ത്യനോട് എതിർപ്പാൻ അണയ്ക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ലവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവണ വീണ്. ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്ത്യനെ ജയിച്ചു.
ഫെലിസ്തീനെ കൊന്ന് മുടിച്ച്. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. നോക്കണമേ, ശൗൽ, ഹല്ലേലൂയ, അതെ, ദാവീദിനെ കുന്തം കൊണ്ട് കുത്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ചരിത്രം സത്യവേദ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ വിശ്വാസം സ്വന്തം ശക്തിയിലും ആയുധങ്ങളിലുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദാവീദിന്റെ വിശ്വാസം സർവശക്തനായ ദൈവത്തിലായിരുന്നു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കളോട് ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരും. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ യേശുവിന്റെ നാമത്തിലാണോ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്? ആ നാമത്തിലാണ് നീ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിൽ നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പഴയ നിയമ ഭക്തനായ ദാവീദ് യഹോവയുടെ നാമത്തിൽ തന്നെ വെല്ലുവിളിച്ച, തന്നെ പരാജയപ്പെടുത്തിയ, അല്ലെങ്കിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ദൈവജനത്തെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ നേരിടുവാൻ യഹോവയുടെ നാമത്തിലാണ് സഞ്ചരിച്ചത്. അവിടെ അവന് വിജയം ഉറപ്പായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം ഉയർത്തിയ യേശുവിൻ നാമത്തിലാണോ നീ ജീവിക്കുന്നത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചിട്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണ് നീ എങ്കിൽ, നിന്നെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ, ആമേൻ, ഇവിടെ ആരാധനയ്ക്കെതിരെ ഉയരുന്ന സകല കോലാഹലങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം തയ്യാറായ ആ പൗലോസിന്റെയും സീലാസിന്റെയും കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവം സത്യത്തിനു വേണ്ടി, നിർമ്മലതയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്നവരുടെ കൂടെ ഇന്നും കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. 2 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കും. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മദ്യം നിന്റെ പ്രബലനാകരുതേ, മദ്യം നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ്, ആമേ, ഇന്ന് രാത്രി എത്ര പേര് ഈ ആശയെ പോലെ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തെ വിളിച്ചപേക്ഷിക്കും? യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരും. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മദ്യം നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി യേശു എന്ന നാമത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ നീ ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന അവനെ അന്വേഷിച്ചവരോട് പറഞ്ഞത്, അവനെ പിൻപറ്റിയവരോട് പറഞ്ഞത്, അവനെ വിശ്വസിച്ചവരോട് പറഞ്ഞത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇന്ന് രാത്രി യേശു കർത്താവിലൂടെ പിതാവായ ദൈവത്തെ അറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ആമേൻ. ഏക സത്യ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവമൈവൻ, ആമേൻ, ഇവിടെ മരിക്കും. ഹല്ലേലൂയ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടി വരും. ആമേൻ. മരിക്കാതിരിക്കത്തില്ല, മരണം ഉറപ്പാണ്.
എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്ന ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2020 ആമേൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച ആമേൻ നിരാശപ്പെട്ട നിരവധി ആളുകളുണ്ട്. എന്നാൽ ഈ കഷ്ടതയുടെയും ഈ പ്രതികൂലത്തിന്റെയും ഈ മഹാമാരിയുടെ നടുവിൽ ആമേൻ ദൈവം സഹായിച്ചു എന്ന് പറയുവാൻ ആമേൻ കഴിയുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ആമേൻ കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന, നിരാശപ്പെടുന്ന, ആകുലരായിരിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ, വരും ദിവസങ്ങളിൽ ഈ വീഡിയോ ശ്രമിക്കുന്നെങ്കിൽ, നിശ്ചയമായും നിങ്ങളെ സഹായിക്കാൻ ശക്തനായ ദൈവം ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുവാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത് താങ്കൾ ഈ സത്യം അറിയുവാൻ വേണ്ടിയിട്ടാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഇന്ന് രാത്രി ആ ബലമുള്ള ഗോപുരം ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, അതേ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനിലൂടെ ആമേൻ മാനവരാശി അറിയുവാനായി അത് വെളിപ്പെടുത്തിയ വചനമാ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാ, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമമാ. രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കാൻ ഇടയാകട്ടെ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വ ഭൂമിയും അറിയും. ഹല്ലേലൂയ. ലോകം മുഴുവൻ അറിയത്തക്ക വിധത്തിൽ ദാവീദിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഏകനായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, മാതാവ് പിതാവേ, നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട. നിന്നിലൂടെ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്. ആമേൻ. അവൻ ഒറ്റയ്ക്കാണ്. ആമേൻ. കുരിശ് ആമേൻ അതെ ആ എടുക്കേണ്ടി വന്നത്. അവനെ സഹായിക്കാൻ കുറേനക്കാരനായ ആമേൻ ശീമോനെ ഇടയിൽ നിർബന്ധിച്ചെടുപ്പിച്ചു. ആ യേശു കർത്താവിന്റെ ക്രൂശ് എടുക്കുവാൻ തയ്യാറായ ആമേൻ ആ ഒറ്റ കാരണത്താൽ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഈ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ഈ കർത്താവിന്റെ വേലയുടെ മഹത്വത്തിനായി ഈ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലാകുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതിന് സപ്പോർട്ടാകുമ്പോൾ, നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവം ആമേൻ നിങ്ങളെ ഓർക്കാതിരിക്കത്തില്ല. അതേ ലോകരക്ഷകനായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. മാനവരാശിയെ നിത്യജീവൻ അവകാശിയാക്കുവാൻ ക്രൂശ് എടുത്ത് ആ ഗോൽഗോത്ത മലമുകളിലേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ, വീണും എഴുന്നേറ്റും ചാട്ടവാറുകൾ കൊണ്ട് അടിയേറ്റ് അതേ രക്തം ധാരധാരയായി ഒഴുകുമ്പോഴും ഹല്ലേലൂയ, ആ മരക്കുരിശുമായി നടന്നു പോകുന്ന സമയത്ത് അതേ വയലിൽ നിന്ന് കയറി വന്ന ആ കുറേനക്കാരനായ ശീമോനെ നിർബന്ധിപ്പിച്ച് ക്രൂശ് ചുമക്കുവാൻ ഹല്ലേലൂയ, അവൻ ഒഴിവ് പറയാതെ ആ ക്രൂശ് ചുമക്കുവാൻ തയ്യാറായതുകൊണ്ട് അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ നിങ്ങളെയും നിങ്ങളുടെ തലമുറയും അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറാണോ? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാണോ? നിന്നിലൂടെ അതെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, നിനക്കെതിരെ ആമേൻ നിന്റെ തലമുറകൾക്കെതിരെ, അതെ നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, അതെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സിംഹാസനത്തിലേക്ക് നീ എത്തപ്പെടാതിരിക്കുവാൻ നിനക്കെതിരെ
ശബ്ദമുയർത്തുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. അതേ സർവ്വഭൂമിയും അറിയത്തക്ക വിധത്തിൽ നിന്നിലൂടെ യേശു ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ വലിയ ആഗ്രഹം ഇതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ നമ്മുടെ ആഗ്രഹം, ദൈവമക്കളുടെ ആഗ്രഹം ഇത് തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്ന പോരാട്ടം ആമേൻ അതേ വലിയ ഫലമുളവാക്കി. ഹല്ലേലൂയ. ആമേൻ ബന്ധപ്പെട്ടോടി അതേ ധൈര്യവും വിജയിക്കുവാനുള്ള ആവേശവും ദൈവനാമത്തിന്റെ മഹത്വവും ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണയ്ക്ക് നേരെ ഓടി. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന്റെ വിശ്വാസം ദൈവത്തിലായിരുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസം ആമേൻ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. അത്തരമൊരു മികച്ച ശക്തിക്കെതിരെ ഗോലിയാത്തിന് ആമേൻ അതേ വിജയ സാധ്യത ഇല്ലാതാകുവാൻ കാരണം ഹല്ലേലൂയ. ആമേൻ അതേ ഗോലിയാത്ത് പരാജയപ്പെടുവാൻ കാരണം ദാവീദിന്റെ വിശ്വാസവും ദാവീദ് ദൈവത്തിലുള്ള ആശ്രയവുമായിരുന്നു. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ നീ സ്നേഹിക്കുവാൻ തയ്യാറാണോ? ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാണോ? ദൈവത്തെ വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിശ്ചയമായും അർഹിക്കുന്ന അതെ ആ ശ്രദ്ധ ഹല്ലേലൂയ അവനിൽ നീ കേന്ദ്രീകരിച്ച് അവന് മഹത്വം കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ അതേ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കുവാൻ തക്കോണമിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോഴും ഈ ദൈവത്തെ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിലനിർത്തിക്കൊണ്ട് ഹല്ലേലൂയ നിന്റെ അകത്ത് വസിക്കുന്ന ആമേൻ ദൈവത്തെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കളെ നാം അവനെ ആരാധിക്കുവാൻ തയ്യാറാകണം. ഭക്തൻ തിരിച്ചറിഞ്ഞു എന്റെ അകത്ത് വസിക്കുന്ന ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് അവൻ അവനോട് തന്നെ പറഞ്ഞു ആമേൻ മനമേ യഹോവയെ വാഴ്ത്തുക. വിശുദ്ധ ആമേൻ ദൈവം ആമേൻ വിശുദ്ധനായ ദൈവം തന്റെ അകത്ത് വസിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ അവൻ അവനോട് തന്നെ പറയുകയാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവ്വാംഗങ്ങളെ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എങ്ങനെയാണ് നമ്മുടെ അകത്ത് ഈ ദൈവം വന്നത്? ഈ ദൈവം എങ്ങനെയാണ് വസിക്കുന്നത്? ഹല്ലേലൂയ. പാപം ചെയ്ത് ദുഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന അസൂയയും ഉന്നായ്മയും കുശുമ്പും വൈരാഗ്യം പകയും ഒക്കെ ഉള്ള ഈ ഹൃദയത്തിനകത്ത് എങ്ങനെ ദൈവം വസിക്കും? ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിച്ചു? ഭാവിയായി എന്നെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് എന്റെ ഹൃദയത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിലായിരിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമാരെന്ന് അറിയാതിരുന്ന സമയത്ത് ദൈവം എന്നെ തേടി വന്നു. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിനെ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവജനമേ, നാം നമ്മെ തന്നെ ഒന്നും കണ്ട് ഇന്ന് രാത്രി ഒന്ന് ഉണരുവാൻ തയ്യാറാകും. മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നാളിതുവരെ ദൈവം നടത്തിയ വിധങ്ങൾ ഒന്നുപോലും മറക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മുടെ സമസ്ത മേഖലകളെ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകെ. അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു. അപ്പൊ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇത്ര വലിയ ദൈവത്തെ, ഇത്ര നല്ല ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായ, സകല മഹത്വത്തിനും പൂഴ്ചയ്ക്കും യോഗ്യനായ ഈ കർത്താവിൽ നിന്ന് അകന്നുപോയ സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അകത്തേക്ക് മോചിപ്പിക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു.
നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുദമിച്ച് സമർപ്പണത്തോടെ അടുത്ത് ചെല്ലുന്നുവെങ്കിൽ അവിടുത്തെ സന്തോഷത്താൽ സമാധാനത്താൽ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്റെ അനർത്ഥമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നാശകരമായ കുഴിയിൽ നിന്ന്, കുടിഞ്ഞ ചേറ്റിൽ നിന്ന് ഭക്തന്റെ കരം പിടിച്ചുയർത്തിയ ദൈവം, സഹോദര, നീ നാശത്തിന്റെ വക്കിലാണ്. നീ നാശിച്ച് കാണുക. നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എന്നെ വിടുവിപ്പാൻ ആരുമില്ലല്ലോ, എന്റെ അവസ്ഥ കാണുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നീ നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ നിരാശകളെ മാറ്റി നിന്റെ കഷ്ടതയിൽ നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവനെ നീ അറിയാതെ പോകരുത്. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ്. അവൻ ദൈവം കരുണയെ നിന്നെ അണിയിക്കുന്ന ദൈവമാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. സകല പീഡിതന്മാർക്ക് വേണ്ടി ന്യായവും നീതിയും നടത്തുന്ന ദൈവമാണ്. നീതിയും ന്യായവും നടത്തുന്ന ആ ദൈവം ആരെന്നറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അവൻ ചെയ്ത സകല ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. നമ്മളിലൂടെ അനേകരെ സത്യം അറിയുവാൻ, ഈ സത്യദൈവത്തിലേക്ക് വരുവാൻ ആ ശമരിയ പട്ടണത്തിൽ യേശു കർത്താവ് ചെന്ന് ആ ശമരിയ സ്ത്രീയെ യഥാർത്ഥമായ ആരാധനയിലേക്ക് നയിച്ചതുപോലെ നമുക്കും അനേകരെ യഥാർത്ഥമായ ആരാധനയിലേക്ക് ദൈവത്തിലേക്ക് നയിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ശമരിയാക്കാരി സ്ത്രീ ചെയ്തതുപോലെ പട്ടണത്തിലേക്ക് പോയി അനേകരെ ഈ സത്യത്തിലേക്ക്, ഈ യാഥാർത്ഥ്യത്തിലേക്ക് നയിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ വർഷത്തിന്റെ പ്രാരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ കർത്താവ്, ഈ അവസാനത്തെ ആഴ്ച വരെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി അവിടെ ഇവിടങ്ങളിൽ സൂക്ഷിച്ച പരിപാലിച്ച വിശ്വസ്തയോർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണ്. നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഈ ഒരു വർഷം ഞങ്ങളെ അവിടുന്ന് നടത്തിയ വിധങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ ഞങ്ങളത് മനസ്സിലാക്കി നന്ദിയോടെ ഇന്ന് രാത്രി അങ്ങ് സ്തുതിക്കുവാൻ, അങ്ങ് ആരാധിക്കുവാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടെ തുടർന്നുള്ള ശിഷ്ടായുസ് ഈ ഭൂമിയിൽ അങ്ങ് ആരാധിക്കുവാനും അങ്ങ് മഹത്വപ്പെടുത്തുവാനും അങ്ങയ്ക്ക് വേണ്ടി അത് ജീവിതങ്ങളെ സമർപ്പിക്കുവാനും ഇടയാക്കേണ്ടതിനാൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കഷ്ടമില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത ആ പുതിയ ആ രാജ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാൻ എത്രയും വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ മടങ്ങി വരുന്ന മുന്നോടിയായി നിറവേറുന്ന തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ തള്ളപ്പെട്ടു പോകാതെ അവിടുത്തെ വരവിൽ ഒടുക്കപ്പെടേണ്ടതിന് വിശുദ്ധിച്ച ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട്, വചനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, ഭാരങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, രോഗങ്ങൾ നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹ വിഷയമാക്കി തീർക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പുണ്യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 97447034
89 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ശുശ്രൂഷിക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ എല്ലാ വെള്ളിയാഴ്ച നടക്കുന്ന തത്സമയ പ്രാർത്ഥന സ്നേഹതീരം പ്രയർ പേജിലൂടെ നടക്കുന്ന ആ പ്രാർത്ഥനയിൽ അറിയിക്കുന്ന വിഷയത്തിനു വേണ്ടി തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് വിഷയങ്ങൾ അയക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നാളെ ഞായറാഴ്ചയാണല്ലോ, നാളെ 11:30 മണിക്ക് ശേഷം ലൈവില് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ആരാധനയുമായി കടന്നു വരുന്നതാണ്. സമയവും സാഹചര്യവും സന്ദർഭമുള്ളവര് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഇന്ന് രാത്രിയില് ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ദൈവം മുമ്പാകെ ശുശ്രൂഷിക്കുവാൻ കൃപ നൽകിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.